ഹൈവാ വെൽക്കം ബാക്ക് ട്രിപ്മാല്ലു ഷമീറാണേ. അപ്പം ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിലുള്ള ലക്കം വാട്ടർഫാൾസ്, ലക്കം വെള്ളച്ചാട്ടമാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നതെന്ന് പറയാൻ കാരണം ഞാൻ തമിഴ്നാട് ഭാഗത്തുനിന്നാണ് വരുന്നത്, അതുകൊണ്ടാണ് ആദ്യം ചിന്നാർ ഇട്ട് പിന്നെ ലക്കം അങ്ങനെ പോകുന്നത്. അല്ല മൂന്നാറിൽ നിന്ന് വരുന്നതാണ് നമ്മൾ ഇരവികുളം, മറയൂർ, ലക്കം, അത് കഴിഞ്ഞിട്ടാണ് ചിന്നാർ ഇടുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വന്നത് കൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് ബൈക്ക് വഴി ഇടുന്നത് കൊണ്ടാണ് നമ്മളിപ്പം ലക്കം വാട്ടർഫാൾസിൻ്റെ കാഴ്ച ഇതാക്കിയത്. ലക്കം വാട്ടർഫാൾസ് ഇപ്പം വെള്ളം കുറവാണ്. ഞാൻ വന്ന് ഇത് കണ്ട് പോയ ശേഷം നല്ല മഴയായിരുന്നു, അപ്പോൾ അത്യാവശ്യം വെള്ളം കൂടിയിട്ടുണ്ടാവും. ഇപ്പം കുറച്ച് വെള്ളം കുറവാണ്, എന്നാലും അത്യാവശ്യം മോശമില്ലാത്ത നല്ല ഒരു അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ലക്കം ഫാൾസിൻ്റെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ കാണുന്ന കയറി പോകുന്ന മെയിൻ ഗേറ്റ്. ഇത് ഗേറ്റ് കയറി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടിക്കറ്റ് കൗണ്ടർ കിട്ടും. അപ്പോൾ നേരെ അവിടെ പോയിട്ട് നമ്മളെ നേരെ മുമ്പിൽ കാണുന്നതാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. നമുക്ക് വാട്ടർഫാൾസ് കാണാം, അവിടെ കുളിക്കാം, അവിടെ ബാത്റൂമുണ്ട്, അത് ഉപയോഗിക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകേണ്ടത്. ഇതാ ഈ സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൈഡിലൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ചെറുങ്ങനെ ചെരിഞ്ഞ് കയറി കഴിഞ്ഞാൽ മേലെ ഫോറസ്റ്റ് ഓഫീസാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി ചെന്നാൽ ഫസ്റ്റ് കാണുന്നത് ഫോറസ്റ്റ് ഓഫീസാണ്. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ കീഴിൽ വരുന്ന ഫോറസ്റ്റ് ഓഫീസാണ് ഇത് വരുന്നത്. അപ്പം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽനോട്ടമൊക്കെ നിർവഹിക്കുന്ന ഇവരാണ്. ഈ വെള്ളച്ചാട്ടം ഈ ഫോറസ്റ്റ് ഓഫീസിനോട് ചേർന്ന് തന്നെ കിടക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ മറ്റ് സന്ദർശകരുടെ നിന്ന് ഫോറസ്റ്റുകാരുള്ളത് കൊണ്ട് കുറച്ച് അടക്കമൊതുക്കമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ താഴെ കാണുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒലിച്ചു പോകുന്നുള്ള ഒരു അരുവി എന്നൊക്കെ പറയാം അല്ലേ. അപ്പം വീണ്ടും ഒരു ചെറിയൊരു സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ കാണുന്നത് ഫസ്റ്റ് നമുക്ക് ഫ്രഷ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷ് ആകുന്നവർക്കും ടോയ്ലറ്റിൽ പോകുന്നവർക്ക് ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചിട്ടും നമുക്കൊരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് മുമ്പിലൊരു ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവരുടേതായ രീതിയിൽ അവരെല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാൽ വഴുതി വീഴാനോ ഇനിയിപ്പോൾ വണ്ടിയിൽ നിന്ന് മറിഞ്ഞ് വീഴാനോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. ആനമുടിമല മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധമായ വെള്ളമാണ് നമ്മുടെ ഈ ലക്കം ഫാൾസിലേത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര മഴ പെയ്താലും കലങ്ങി വെള്ളം വരില്ല. നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ്. ഏത് ചൂടത്തും ആ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പാണ്. നമ്മളാ വെള്ളത്തിൽ ഇറങ്ങിയാൽ നമുക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് തോന്നില്ല, അത്ര തണുപ്പാണ്. നല്ല അത്യാവശ്യം നല്ല ഇതുണ്ട്. അപകടങ്ങളും കുറവാണ്. എല്ലാവർക്കും കുളിക്കാനും പറ്റും. മറ്റപകടം മേലേക്ക് കയറുന്നതായിട്ട് അവിടെ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. വളരെ നമ്മൾ കണ്ടിരിക്കേണ്ട നല്ലൊരു സ്ഥലം തന്നെയാണിത്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ സേഫായിട്ട് കുളിക്കുക. അതുപോലെ നമ്മുടെ പാമ്പാർ നദിയുടെ പ്രധാനപ്പെട്ട കൈവഴികളിലൊന്നാണ് നമ്മൾ ഈ ഒഴുകിപ്പോകുന്ന ജലം. ഒരു അരുവിയായിട്ട് താഴോട്ട് പോകുന്നില്ല. ഇപ്പം കുറച്ച് വെള്ളം കുറവാണെന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ ഫസ്റ്റ് വീഡിയോ കാണിച്ച സമയത്ത് പറഞ്ഞു. അപ്പം അതിൻ്റെ പ്രധാന കൈവഴികളിലൊന്നാണ് ഈ ലക്കം ഫാൾസ് എന്നുള്ളത്.
കുളിക്കാൻ പോവുകയാണ്. ഒന്ന് കുളിച്ചിട്ട് ഫ്രഷാകട്ടെ. നല്ല കുളിക്കാൻ എന്താ തണുപ്പെന്നറിയാം വെള്ളത്തിന്. ഒന്ന് കുളിച്ച് ഫ്രഷാകും. ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ വന്ന വഴി അങ്ങ് ഇറങ്ങുക. ഇതിപ്പം നമുക്ക് മെയിൻ റോഡും വന്ന് നമുക്ക് വാട്ടർഫാൾസിലേക്ക് 100 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്ററോളം ട്രെക്കിങ് കിട്ടും. കാട്ടിൽ കൂടിയുള്ള ഫോറസ്റ്റുകാരുടെ കൂട്ടത്തിലുള്ള യാത്ര 100 രൂപയാണ് പെർ ഹെഡ്. അപ്പം അത് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് നടത്തം വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ലക്കം ഫാൾസിൻ്റെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. നമ്മൾ മറയൂർ അടുത്ത് വരാനുള്ള മറയൂർ വീഡിയോ ആണ്. അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കുന്നുണ്ട്, എന്നാലും കാണിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഈ ഭാഗത്ത് വന്നുകൊണ്ട് മൂന്നാറിലേക്കുള്ള എൻട്രൻസിൽ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, അതും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കുറച്ചേ ഉള്ളൂ ആ ഫ്ലവറും കാര്യങ്ങളിലായിട്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എങ്ങനെയുണ്ട് സീനറി? പൊളിയല്ലേ? അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അതുപോലെ നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എൻ്റെ സ്ക്രീനിലും ഞാൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കാണാത്ത ആൾക്കാർ അവിടെ ചെന്ന് കാണണേ.